മധുരം തുളുമ്പുന്ന ഓർമ്മകളെ, മധുരിക്കും മധുവിടരും സ്വപ്നങ്ങളെ, മധുരമായി നിറയും പ്രണയമേ, മധുരമായി വിരിയുന്ന സൗഹൃദമേ, നിന്നിലേക്ക് നിറവിലേക്ക് ഞാനും അലിഞ്ഞലിഞ്ഞ്. ഈ മാധുരി നിറഞ്ഞ ലോകത്തേക്ക് പ്രവേശിക്കാമോ? വരൂ വരൂ. നമസ്കാരം. നമസ്കാരം. മുഖവുര വേണ്ടാത്ത ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും 3 പതിറ്റാണ്ടായി ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ആസ്വദിപ്പിച്ചും മുന്നേറുന്ന ഒരു കലാകാരി. നമസ്കാരം. നമസ്കാരം. സിനിമ, സീരിയൽ രണ്ടിലും ഒരുപോലെ തിളങ്ങി. ആദ്യം തന്നെ ചോദിക്കുകയാണ്, സിനിമ, സീരിയൽ ഇതിലേത്? 2 കണ്ണെടുത്തിട്ട് വലത്തെ കണ്ണ് വേണോ ഇടത്തെ കണ്ണ് വേണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അഭിനയിക്കാൻ താല്പര്യമുള്ള എല്ലാവരും അഭിനയിക്കാൻ കിട്ടുന്ന ഓരോ സാഹചര്യത്തെയും ഇഷ്ടത്തോടെ കാണും. അപ്പോൾ ഞാനത് രണ്ടിനെയും ഒരേപോലെ ഇഷ്ടത്തോടെ കാണും. പിന്നെ അവസരങ്ങൾ, അത് നമ്മളുടെ ഭാഗ്യവും നമ്മളുടെ പ്രയത്നവും ഒരുപാട് പേരുടെ സഹായവും ഒക്കെ ആശ്രയിച്ചിരിക്കും. തീർച്ചയായും. നിലവിലുള്ള എന്തൊക്കെയാണ് പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എങ്ങനെ പോകുന്നു ലൈഫ്? എല്ലാവരെയും പോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ സന്തോഷങ്ങളും എല്ലാ ദുഃഖങ്ങളും അങ്ങനെ ഇടകലർന്ന് പോകുന്നു. പിന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് സൂര്യ ടി വിയിലെ കളിവീട് 900 എപ്പിസോഡ് കഴിഞ്ഞു. ഏഷ്യാനെറ്റിൽ ഗീതാ ഗോവിന്ദം, അതിലൊരു നെഗറ്റീവ് ക്യാരക്ടറും സൂര്യ ടി വിയിലൊരു പോസിറ്റീവ് ക്യാരക്ടറും. സിനിമ ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഡയറക്ടർ എം എ നിഷാദിക്ക ഡയറക്റ്റ് ചെയ്യുന്ന ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം, ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ഉടനെ തന്നെ റിലീസ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. റിലീസിങ് എപ്പോഴത്തേക്കാണെന്നുള്ള കാര്യങ്ങൾ അറിയില്ല. ഇതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള പ്രോജക്റ്റുകൾ. 3 പതിറ്റാണ്ട് കാലമാണ് സിനിമയിലും സീരിയലിലുമൊക്കെ ഒരുപോലെ മുന്നേറി പോകുന്നത്. എങ്ങനെയാണ് ഇന്നത്തെ ഈ സ്ഥിതിയിൽ സ്വയം ഒന്ന് വിലയിരുത്തുന്നത്? ഒന്നാമത് ഭയങ്കരമായിട്ട് അച്ഛനമ്മമാരോടും ദൈവത്തിനോടും ഇതുവരെ എനിക്ക് അഭിനയിക്കാൻ അവസരം നൽകിയ എല്ലാ ഗുരുനാഥന്മാരോടും നന്ദി പറയുന്നു. കാരണം നമ്മളൊരു ഒരു എന്ത് പ്രൊഫഷനിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്ന് ഒരിക്കലും നമുക്ക് ചെറുതിലേ അറിയില്ല. ചെറുതിലെ നമുക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോരോ ആഗ്രഹങ്ങളായിരിക്കും. നമ്മൾ കുഞ്ഞിലെ 1-ാം ക്ലാസ്സിൽ പറഞ്ഞതല്ലല്ലോ ടീച്ചർ എഴുന്നേൽപ്പിച്ച് നിർത്തി ചോദിക്കുമ്പോൾ 5-ാം ക്ലാസ്സിൽ പറയുക. അപ്പോൾ വിഭിന്നമായിരിക്കും. പക്ഷെ ഞാൻ വളരെ ചെറുതിലെ മുതലേ ടീച്ചേഴ്സ് ചോദിക്കുമ്പോഴാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും കലാകാരിയായിട്ട്, അല്ലെങ്കിൽ ഡാൻസുകാരി, അല്ലെങ്കിൽ അഭിനേത്രി, അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ച് പറഞ്ഞിട്ട് അതിലേക്ക് എത്തിപ്പെടുക, അല്ലെങ്കിൽ അതിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന അച്ഛനമ്മമാരും കുടുംബവും ദൈവവും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ഗുരുനാഥന്മാരും ഒക്കെ തന്ന വലിയ സപ്പോർട്ടും അനുഗ്രഹമാണ്. അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അത് ഏത് പ്ലാറ്റ്ഫോമിലും ഞാൻ പറയുന്നൊരു കാര്യം, എന്തിലൂടെയൊക്കെ നമുക്ക് അവിടെ എത്തിപ്പെടുക, സക്സസ് ആവുകയോ ഫെയിലിയർ ആവുക, അതൊക്കെ സാഹചര്യമാണ് നമുക്ക്. പക്ഷെ അതിലൂടെ സഞ്ചരിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അപ്പോൾ അത് വലിയ ഭാഗ്യമായി കരുതുന്നു. പിന്നെ അതിൻ്റെ സഞ്ചാരപഥത്തിൽ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഏത് ജോലിയാണെങ്കിലും ഏത് തരത്തിലുള്ള ജീവിത സാഹചര്യം എങ്ങനെയാണെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായും അല്ലേ? ആ ഏറ്റക്കുറച്ചിലുകൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ കരിയറിലും ഉണ്ട്. എല്ലാവരെയും പോലെ തന്നെ ഞാനും അത് ഫേസ് ചെയ്യുന്നു. പിന്നെ വിഭിന്നമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്ത് പ്രശ്നം വരുമ്പോഴും ആ സമയത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ഞാൻ ചിലപ്പോൾ കുറച്ചൊന്ന് വീണ് പോയേക്കാം, അല്ലെങ്കിൽ ഞാൻ കുറച്ചൊന്ന് ഡിപ്രസ്ഡ് ആയേക്കാം, അല്ലെങ്കിൽ ഞാൻ കുറച്ചൊന്ന് അതിനെന്താ വാക്ക് പറയേണ്ടത്, എനിക്ക് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വല്ലതൊക്കെ എഴുതി പിടിപ്പിക്കും ആളുകൾ. അങ്ങനെയല്ല, ഒന്ന് വീണ് പോയേക്കാം. പക്ഷേ അടുത്ത ദിവസം ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നടക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് എന്തുകൊണ്ടോ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവങ്ങൾ എനിക്ക് തരുന്ന ഒരു ബലമായിരിക്കും. ആദ്യമായി ബാലതാരമായാണ് വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മിനി സ്ക്രീനിലേക്കും ബിഗ് സ്ക്രീനിലേക്കും ഒക്കെ എത്തുന്നത്. ആ ഒരു സമയം, ആ ഒരു ആദ്യത്തെ ഒരു ഇതേതായിരുന്നു എന്നുള്ളത് ഒന്ന് പങ്കുവയ്ക്കാമോ? ആദ്യമായി ഞാൻ ഒരുപാട് ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇനിയും അത് പറയണമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് വേണ്ടി ഞാൻ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്തൊരു ഷോർട്ട് ഫിലിമിലാണ് TV ഗോപാലകൃഷ്ണൻ സർ, അതായത് വളരെ വലിയൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ഒരു സംവിധായകനുമായിരുന്നു. TV ഗോപാലകൃഷ്ണൻ അങ്കിളാണ്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നില്ല. മക്കളുമായിട്ടൊക്കെ ഞാൻ ഇപ്പോഴും സൗഹൃദമുണ്ട്.
അദ്ദേഹമാണ് എന്നെ ആദ്യമായി ക്യാമറയുടെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി മോളിത് മോളിങ്ങനെ ചെയ്യൂ, മോൾ അങ്ങനെ ചെയ്യൂ എന്ന എൻ്റെ ഒരു 8 വയസ്സ് ആ പ്രായത്തിലാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യത്തെ ബാലപാഠം അങ്ങനെയാണ്. ആ സമയം മുതൽ മനസ്സിൽ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഒരു റോൾ മോഡലായി കാണുന്ന ആരെങ്കിലും മലയാള സിനിമയിൽ നിലവിലുണ്ട്? ആ സമയത്ത് റോൾ മോഡൽ പോയിട്ട് എനിക്ക് ഒന്നും അറിയില്ല. ആകെ അറിയാവുന്നത് എന്താ, നമുക്ക് അഭിനയിക്കണം, ക്യാമറയുടെ മുന്നിൽ നിൽക്കണം, കളറായിട്ടിരിക്കണം. ആ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനൊന്നും നിങ്ങൾ ഇന്ന് ചോദിക്കുന്ന ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനം പോലും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ലോകം ഭയങ്കര വികസിച്ചതിൻ്റെത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ ചോദിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഇത്രത്തോളം വികാസം ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയാണ് ഉള്ളത്. അപ്പോൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിൽ നിന്ന് കളർ ടി വിയിലേക്ക് വരുന്നൊരു കാലഘട്ടം. ആ സമയത്താണ് നമ്മളൊക്കെ ഈ ടെലിവിഷൻ പരമ്പരകൾ അല്ലെങ്കിൽ ഇങ്ങനെ അതിലൊന്നും ഈ പറയുന്ന അതിപ്രസരമോ ഈ പറയുന്ന ഓപ്ഷൻസോ ഒന്നും ഇല്ല. ആകെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് എന്താ, ചിത്രഗീതം, ഈ പറഞ്ഞ പോലെ പിന്നെ വൈകുന്നേരങ്ങളിലെ സിനിമ, പിന്നെ 13 എപ്പിസോഡുകൾ, അതും പിന്നീടാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് ഈ പറയുന്ന റോൾ മോഡൽ അങ്ങനെയൊന്നും അറിയില്ല. പിന്നെ ഒരു കൗമാരമൊക്കെ വന്നപ്പോഴാണ് നമുക്ക് ഇന്ന ആക്ട്രസ് നമ്മുടെ എന്ത് രസമാണ് അവർ അഭിനയിക്കുന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കര അതിശയമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ തോന്നിയിരുന്ന ഒരു നടി എന്ന് പറയുന്നത് ഉർവശി ചേച്ചിയാണ്. അന്നും ഇന്നും എന്നും അത്ഭുതത്തോടെ ഒരു സെക്കൻഡ് പോലും കണ്ണടയ്ക്കാതെ മാറി നിന്ന് നോക്കി നിൽക്കുന്നത് ഉർവശി ചേച്ചിയുടെ അഭിനയത്തെ മാത്രമാണ്. അത് പേഴ്സണലി എൻ്റെ അഭിപ്രായം, ഉർവശി ചേച്ചി എൻ്റെ മനസ്സിൽ വെല്ലാൻ വേറൊരാളില്ല. ഉർവശി ചേച്ചി കാരണം നിമിഷങ്ങൾ കൊണ്ടാണ് ഭാവങ്ങൾ മാറി മാറി പോകുന്നത് അല്ലേ. ദൈവം അനുഗ്രഹിച്ച കലാകാരി, അതിനപ്പുറം എനിക്കറിയില്ല പറയാൻ. അത്ഭുതം. തീർച്ചയായും. ഒരു സിനിമ, സീരിയൽ രണ്ടിലും അഭിനയിച്ച് വളരെ വർഷങ്ങളായി ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ എന്ന് തോന്നുന്നത് ഏതാണ്? അല്ലെങ്കിൽ കൂടുതൽ പ്രേക്ഷകർ നമ്മളിലേക്ക് എത്തുന്നു, അത്രത്തോളം ഒരു കംഫർട്ട് സോൺ രണ്ടും ഒരു വലിയ ഡിഫറൻസ് ഉണ്ടല്ലോ. പ്രേക്ഷകരെത്തുന്നതാണെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞാൽ കൂടുതൽ ഇഷ്ടത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കുന്നത് എപ്പോഴും സീരിയൽസാണ്. തീർച്ചയായും. അതായത് നമ്മളെല്ലാ ദിവസവും അവരുടെ വീട്ടിൽ അതിഥിയായിട്ട് ചെല്ലുകയാണ്. കുറേ നാളിപ്പോൾ സഞ്ചരിക്കുമ്പോൾ, ഇപ്പം ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സൂര്യ ടി വിയിൽ കളിവീട് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റാണ്. അത് ഏകദേശം 900 എപ്പിസോഡോളം ആയി. അപ്പോൾ അതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അമ്മ കഥാപാത്രമാണ്, മാധുരി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ എപ്പോഴും ഞാൻ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും എവിടെ ചെന്നാലും മാധുരി മോളെ എന്ന് വിളിക്കും, എൻ്റെ അറിയാത്ത ആൾക്കാർ. അപ്പം അവർ നമ്മളെ മാധുരി മോളെ എന്ന് വിളിക്കുന്നത് അതിൽ ചില കഥാപാത്രങ്ങൾ എന്നെ സ്നേഹത്തോടെ കാണുന്നുണ്ട്. ഞാൻ ഭയങ്കര പോസിറ്റീവായതുകൊണ്ടാണ് അവരെന്നെ ഇങ്ങനെ സ്നേഹിക്കുക. ആ കഥാപാത്രത്തിലൂടെയാണ് എന്നെ സ്നേഹിക്കുന്നത്. അത് ഒരിക്കലും സിനിമയിൽ കിട്ടില്ല. 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരു സിനിമ കാണുമ്പോൾ അതൊരു പക്ഷേ എപ്പോൾ എടുത്തു വെച്ച് വേണമെങ്കിലും കാണാം. സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, സിനിമ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇതിനെ വിഷ്വലി നമുക്ക് പ്ലേ ചെയ്ത് കാണാം നമ്മളുണ്ട്. സീരിയൽ എന്ന് പറയുമ്പോൾ 20 മിനിറ്റ് അല്ലെങ്കിൽ 16 മിനിറ്റ് വന്നു പോകുന്ന ഒരു സാധനമാണ്. അതിനെ ഇപ്പോൾ യൂട്യൂബ് ഉള്ളത് കൊണ്ട്, ഇൻസ്റ്റഗ്രാം ഉള്ളത് കൊണ്ട് നമുക്ക് റിവൈൻഡ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്ത് അത് സേവ് ചെയ്ത് വെക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിപ്പോഴാണ് അപ്പോൾ സീരിയൽസിനെ സംബന്ധിച്ച് നമ്മൾ വന്നു പോകുന്നതാണ്. എങ്കിൽ കൂടി അതിലൂടെ സഞ്ചരിക്കുന്നത് ചിലപ്പോൾ 2 വർഷമോ 3 വർഷമോ ഒക്കെ ആയിരിക്കും. ഈ സമയങ്ങളെല്ലാം ആ വീട്ടിലുള്ള അമ്മമാർ, അച്ഛന്മാർ, അവരുടെ ആരെയൊക്കെ പോലും നമ്മളെ കാണാം. അപ്പോൾ നമ്മൾ അവർ ചേർത്ത് പിടിക്കും. അത് ഭയങ്കര സന്തോഷം. തമിഴിൽ ഒരു നായികയായി ഒരു സിനിമയിൽ അഭിനയിച്ചൊരു വ്യക്തിയാണ്. ഇവിടെ നിന്ന് മറ്റൊരു ലാംഗ്വേജിൽ പോയി നായികയായി അഭിനയിച്ചൊരു വ്യക്തി. മലയാളത്തിൽ അത്തരത്തിലുള്ളൊരു അവസരം ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ? മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിസ് ചെയ്ത കഥകൾ എന്തിനാണ് ആലോചിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം നമ്മൾക്ക് അർഹതയില്ലാത്തതായിരിക്കും ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എനിക്ക് ചിലപ്പോൾ ആ ഭാഗ്യം ഉണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ ഞാനത് ഡിസർവ് ചെയ്യുന്നില്ലായിരിക്കും. ഹാപ്പൻ. എനിക്കുള്ളത് ഇതാണ്. ഇപ്പം ഞാൻ സഞ്ചരിക്കുന്നത് എന്താണോ, ഇപ്പം ഞാൻ എവിടെയാണോ നിൽക്കുന്നത്, ഇതാണ് എൻ്റെ, അതിൽ ഞാൻ തൃപ്തിയാണ്. 100% സംതൃപ്തിയുണ്ട് എനിക്ക്. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, നമുക്കൊരു കലാകാരാകുമ്പോൾ അവർക്ക് അഭിനയത്തോട് അടങ്ങാത്തൊരു അഭിനിവേശമായിരിക്കും അല്ലേ? കാരണം നിരന്തരം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ നല്ല കഥാപാത്രങ്ങൾ വരിക. എന്നോട് ആദ്യമേ തന്നെ വന്നപ്പോൾ പറഞ്ഞു, ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ ചോദിക്കരുത്, അതുപോലും നേരിടാനുള്ള, അതായത് പുതിയതെന്ത്, ഇനി എന്ത് എന്നുള്ളതിനെ കുറിച്ചായിരിക്കും ഒരു കലാകാരൻ ഓവർഫ്ലോ ഓഫ് ഐഡിയാസ് എന്ന് പറയും. അപ്പോൾ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് കൂടുതൽ വരണം എന്നുള്ളതായിരിക്കും കലാകാരുടെ ആഗ്രഹം. തീർച്ചയായും അത്തരത്തിലൊരു ചിന്തിക്കുന്നൊരു വ്യക്തി എന്നതുകൂടി കൊണ്ടാണ് ചോദിക്കുന്നത്. ഒരു പുതിയൊരു സിനിമ എന്നുള്ള, അല്ലെങ്കിൽ തന്നെ നടിയായി
ഒരിടത്തും ലഭിക്കാത്തതിൽ അല്ലെങ്കിൽ അവസരം മിസ്സായി പോയ അവസരങ്ങളിൽ വിഷമമില്ല എന്നുള്ളതാണ് പറഞ്ഞതെങ്കിൽ പോലും ഏതെങ്കിലും ഒരു നായിക കഥാപാത്രത്തെക്കുറിച്ച് ആഗ്രഹിച്ചിരുന്നു, അത്തരത്തിലുള്ളൊരു അവസരം ലഭിച്ചിരുന്നെങ്കിൽ എന്നുള്ളത്? ഒരിക്കലുമില്ല. ഒരു അഭിനയത്തിനെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ പറഞ്ഞതിന് ഞാൻ പറയാനുള്ള ആൻസർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എൻ്റെ നായികയാകേണ്ട ഏജുകളിൽ അത്തരത്തിലുള്ള എല്ലാ നായിക കഥാപാത്രങ്ങളെയും ഞാൻ ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ ഫിസിക്ക്, എൻ്റെ രൂപം, എൻ്റെ മുഖഛായ അതെല്ലാം നോക്കിയും എൻ്റെ അഭിനയ പാഠവും മനസ്സിലാക്കിയിട്ടും ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഭാഗ്യത്തിനെ കണക്കിലെടുത്തും ഒരുപാട് പേരുടെ കൺസെൻറ്റോട് കൂടിയൊക്കെയാണ് ഒരു നായിക കഥാപാത്രം ചെയ്യാൻ പറ്റുക. അപ്പോൾ അതെനിക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പം ഞാൻ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്ന് ആലോചിച്ചിട്ടൊരു കാര്യമില്ല. ഇപ്പം ഞാൻ നിൽക്കുന്നത് ക്യാരക്ടർ റോൾസിലേക്കാണ്. സ്റ്റിൽ ഇപ്പം നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ കഴിഞ്ഞ സാധനത്തിനെ ഓർത്ത് വിഷമിക്കുന്ന ഒരു കാലഘട്ടം, അറിവില്ലായ്മയുള്ളൊരു കാലഘട്ടം എനിക്കുമുണ്ടായിരുന്നു. അതെൻ്റെ പ്രായത്തിൻ്റെ അവിവേകമാണ്. ഇന്ന് എന്നിൽ പഠിപ്പിച്ചിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ പക്വത എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ എങ്ങനെ നിൽക്കുന്നു, നാളത്തെക്കുറിച്ച് സ്വപ്നം കാണാം, അതിനുവേണ്ടി പ്രയത്നിക്കാം, നടക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. സ്വപ്നം കാണാം, പ്രയത്നിച്ചുകൊണ്ടേയിരിക്കാം, പക്ഷെ ഇന്നിപ്പം ഞാൻ എവിടെ നിൽക്കുന്നു അത് മാത്രമാണ് യാഥാർത്ഥ്യം. അത് മാത്രമേ നമ്മുടേതായിട്ട് ജീവിക്കുന്നത്. എനിക്ക് പാസ്റ്റോ ഫ്യൂച്ചറോ ആലോചിക്കുന്നില്ല എന്നുള്ളത്. ഫ്യൂച്ചർ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. എൻ്റെ ഏജിനനുസരിച്ച് എൻ്റെ ഈ ഏജ് മുതൽ അടുത്ത 10 വർഷത്തേക്ക് ഏത് തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ എന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ ശ്രമിക്കണം, എങ്ങനെ ഇത് ശ്രമിക്കാനേ പറ്റുള്ളൂ. ഞാനിനി ഭയങ്കര ടാലൻ്റ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് ഈ സമൂഹം മുഴുവൻ പറഞ്ഞു എന്നിരിക്കട്ടെ, ഞാൻ ഭയങ്കര സന്തോഷവതിയായിരിക്കും. അതായത് സോഷ്യൽ മീഡിയയിലൂടെ മറ്റു സ്ഥലങ്ങളിലൂടെയൊക്കെ എന്നോട് പറഞ്ഞിരിക്കട്ടെ. പക്ഷേ എനിക്ക് പെർഫോം ചെയ്യാനൊരു അവസരം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു സംവിധായകനോ ഒരു പ്രൊഡ്യൂസറോ ഒരു റൈറ്ററോ അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടം ആളുകളോ തീരുമാനിക്കപ്പെടണം. തീർച്ചയായും അവർ തീരുമാനിച്ചാൽ മാത്രമേ എനിക്ക് അവസരം കിട്ടുള്ളൂ. ആ അവസരത്തിൽ പോലും എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയോ സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടാവണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു സിനിമ ചെയ്തിട്ട് ആ സിനിമയിൽ ഉടനീളം ഞാൻ ആ കഥാപാത്രത്തിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയുന്നത് പ്രിവ്യൂവിലായിരിക്കും. ഫൈനൽ പ്രിവ്യൂവിലായിരിക്കും ഞാൻ അറിയുന്നത് ഈ സിനിമയിൽ ഞാൻ എത്രത്തോളം. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ സിനിമ ചെയ്യാൻ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടത്തോടെ ആയിരിക്കും നമ്മൾ പോവുക, ഭയങ്കര കഥ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടത്തോടെ ആയിരിക്കും ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുമായിരിക്കും. പക്ഷേ പ്രിവ്യൂ വന്നിട്ട് ഞാൻ എത്രയോ സിനിമകളിൽ സങ്കടപ്പെട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്കവിടെ പരാതിപ്പെടാൻ സാധിക്കില്ല, അത് സിനിമയാണ്. ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ മരിക്കുന്നതിന് മുൻപ് സമൂഹം ഇഷ്ടപ്പെടുന്ന പോലെ ഒരു കൂട്ടം കഥാപാത്രങ്ങളെങ്കിലും ചെയ്യാൻ എനിക്ക് പറ്റണം. ഞാൻ വിശ്വസിക്കുന്നു, ഒരു പോസിറ്റീവ് ലെവലിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. നടക്കില്ല എന്നുള്ളത് എനിക്കറിയില്ല, സംഭവിക്കട്ടെ. തീർച്ചയായും 70ഓളം സിനിമകളിൽ 70ലധികം സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. സിനിമകളിൽ ഞാൻ 70ലധികം സീരിയലുകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. 36ഓളം സിനിമകളിൽ അഭിനയിച്ചു. ഇതൊരു ചെറിയ കാര്യമല്ല, ഒരു 30 വർഷം. പക്ഷെ ആ ചെറിയ കാര്യമാണ്. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വന്നിട്ട് ഒരു വലിയ കാലയളവായി. ഈ കാലയളവിൽ 36 സിനിമയെ ചെയ്തോളൂ എന്ന് പറയുന്നത് ഒരു ഭയങ്കര കുറവായ കാര്യമാണ്. കാരണം ഞാൻ പറയാം, കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഞാൻ അത്യാവശ്യം ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ഞാൻ ഇങ്ങനെ ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്ത് എല്ലാവരും കാണുന്ന പോലെ ഞാനും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം അതായിരിക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഞാൻ ആരുടെയും പേര് മെൻഷൻ ചെയ്യുന്നില്ല. ഒരു നടി വന്നിട്ട് 2 വർഷമേ ഉള്ളൂ. അവർ 28ഓളം സിനിമകൾ ഓൾറെഡി കംപ്ലീറ്റഡ് എന്നോ, എല്ലാം നല്ല കഥാപാത്രങ്ങൾ, നല്ല ബാനർ, നല്ല കഥാപാത്രം. ഞാൻ അവരെ സത്യം പറഞ്ഞിട്ടെ അസൂയയോടെ നോക്കി, എന്ത് ഭാഗ്യവതി. 2 വർഷമായുള്ള അവർ വന്നിട്ട് 28ഓളം സിനിമകൾ ചെയ്യാൻ പറ്റും. ഷീസ് ലക്കി. ദൈവമേ നന്ദി. അവിടെ ഒരു കനൽ ഉണ്ട്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഞാനെന്താ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കഠിനമായ മനസ്സുള്ള ഒരാളെന്നല്ല. ഞാനൊരു കലാകാരൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇമോഷണലി എല്ലാ ഇമോഷൻസും കുറച്ച് വീക്കായിരിക്കും, കുറച്ചുകൂടെ കൂടുതലായിരിക്കും. മനസ്സിലായില്ല? അപ്പം എനിക്ക് അവരോട് അസൂയല്ല തോന്നിയത്. അവരെത്ര ഭാഗ്യവതിയാണ്, എത്ര ഭാഗ്യവതി. അതായത് ഇതിൽ വലിയൊരു ഘടകം ഭാഗ്യവും കൂടെയുണ്ട്. പിന്നെ എനിക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഒരാളിൻ്റെ അടുത്തും വിളിച്ചിട്ട് ചേട്ടാ അല്ലെങ്കിൽ സർ എനിക്കൊരു വേഷം തരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല.
അത് എൻ്റെ ഒരു പോരായ്മയാണെന്ന് ഈ വർഷത്തിനിടയ്ക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഞാൻ ഈ അടുത്തിടയ്ക്ക് അത് തിരിച്ചറിയുന്നത്. എന്ന് പറയട്ടെ, മമ്മൂക്ക ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അത് മമ്മൂക്കയുടെ ആ ഇൻ്റർവ്യൂ വന്നിട്ട് ഇപ്പോൾ എത്ര നാളാവും? അത് എന്നിലേക്ക് എത്തിയത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാൻ കാണുന്നത്. അപ്പം ലെജൻഡായിട്ടുള്ള ഒരാളാണ് മമ്മൂക്ക. ഞാനൊക്കെ സ്വപ്നത്തെ പോലെ ഇങ്ങനെ ദൈവത്തിനെ പോലെ കാണുന്നൊരു മനുഷ്യനാണ് മമ്മൂക്ക. മമ്മൂക്ക പറയാണ്, ഞാൻ ഇപ്പോഴും അവസരങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ആലോചിച്ച്, ഈ പുഴുവായിട്ടിരിക്കുന്ന ഞാൻ അഹങ്കാരമാണോ കാണിച്ചത്, അതോ എൻ്റെ ധൈര്യക്കുറവാണോ, അല്ലെങ്കിൽ എനിക്ക് ആളാനായിട്ടൊരു ഇതില്ലാത്തതാണോ? അഹങ്കാരമാണോ? അഹങ്കാരം അല്ല, സത്യം പറഞ്ഞാൽ അഹങ്കാരമല്ല. ഇവരെങ്ങനെ അതിനെ എടുക്കും? ഇനി ചോദിച്ചിട്ട് കിട്ടാതിരുന്നാലോ? നമ്മളുമായിട്ടൊരു നല്ല ബന്ധമുണ്ടല്ലോ, അപ്പോൾ അത് ഈ അവസരം ചോദിച്ച് നഷ്ടപ്പെട്ടാലോ, അല്ലെങ്കിൽ ഇതിന് അപ്പം എനിക്കിത് ഭയങ്കര ആശങ്കയാണ് എപ്പോഴും. ഈ ആശങ്ക കാരണം ഇത് നീക്കി വെച്ച് ചോദിക്കത്തില്ല, മിണ്ടാതിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ ഞാൻ ആരാണ്? ആരുമല്ല. എന്നെ ഇവിടെ ആർക്കും ആവശ്യമില്ല. മമ്മൂക്ക പറയാണ്, മമ്മൂക്കയെ പോലുള്ള ലെജൻഡ് പറയാണ്, അദ്ദേഹത്തിന് ഇവിടെ ആർക്കും ആവശ്യമില്ല, അദ്ദേഹത്തിനാണ് സിനിമ ആവശ്യമെന്ന്. അപ്പോൾ ഈ പുഴുവായ ഞാനൊക്കെ, അപ്പം ഞാൻ ആലോചിച്ചു, ദൈവമേ, അടി എനിക്കൊക്കെ നേരത്തെ കിട്ടണമായിരുന്നു. 30 വർഷം മിസ് ചെയ്തു. അപ്പോൾ ഇതൊരു വലിയ തെറ്റായ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനുശേഷം ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളിൽ ചേട്ടൻ എനിക്കൊരു അവസരം വരുമോ എന്നൊക്കെ ചെറുതായിട്ടെങ്കിലും ചോദിച്ചു തുടങ്ങണം എന്ന് ഞാനും കരുതി. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും എനിക്ക് ഈ അഭിനയം. ഞാൻ വലിയ സംഭവം എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഇന്നും ഓരോ ആൾക്കാരിൽ നിന്ന് ഇങ്ങനെ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു അവസരം കിട്ടുമ്പോൾ നമുക്ക് ഓരോ കലാകാരി എന്ന രീതിയിൽ ഓരോ ദിവസവും ദൈവമേ അടുത്ത ദിവസം നമുക്കൊരു പുതിയ കഥാപാത്രം ചെയ്യാൻ പറ്റിയെങ്കിൽ അത് ചെയ്താണല്ലോ എല്ലാം പഠിക്കുന്നത്. തീർച്ചയായും. അപ്പം അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പം ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ 30 വർഷത്തിൽ ഇത്രത്തോളം ഇത് ചെയ്ത് ആ ഇൻഡസ്ട്രിയിൽ തന്നെ ഇത്തരത്തിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്തായാലും, അല്ലേ? അത് നിരവധി പേർ പിന്മാറിയ അവസരങ്ങളൊക്കെ, അല്ലെങ്കിൽ ഡിപ്രഷൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൽപ്പെട്ടു പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ കുടുംബം നോക്കി അത് മാത്രമായി ഒതുങ്ങിക്കൂടുന്നവരുണ്ട്. പക്ഷേ അങ്ങയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് കുടുംബവും ഇത് പ്രൊഫഷനും ഒരുപോലെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. അത് വലിയൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഞാൻ പലയിടത്തും ആഗ്രഹിച്ചിരുന്നൊരു ചോദ്യമാണ്. ഇത് ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരുടെ കുടുംബം, അവരുടെ പശ്ചാത്തലം, അവരുടെ എല്ലാ തരത്തിലുള്ള സാഹചര്യം അനുകൂലമായിരിക്കണം എങ്കിൽ മാത്രമേ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാ നടിമാർക്കും അങ്ങനൊരു സപ്പോർട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ നിന്ന് മാറാതെ നിൽക്കുക എന്ന് പറയുന്നത്, അതും ഈ പറഞ്ഞ പോലെ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നപ്പോഴും അതിൽ അല്പസമയം മാറി നിൽക്കും, കയറി വരും, അങ്ങനെയാണ് അപ്പ് ആൻഡ് ഡൗൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവിടെയൊക്കെ ഇങ്ങനെ പോകാൻ പറ്റിയത് ഈ പറഞ്ഞ പോലെ വല്ലാതെ ചെറുത്ത് നിന്നിട്ടാണ് കേട്ടോ. പ്രതിരോധങ്ങൾ, ഒരുപാട് കാര്യങ്ങളെ പ്രതിരോധിച്ചും ഒരുപാട് പിടിച്ചു നിന്നിട്ടും ഒക്കെ തന്നെയാണ് ഇത്രയും കാലയളവ് നിന്നത്. എന്നെക്കാളും മുതിർന്ന സീനിയേഴ്സായിട്ടുള്ള നടീനടന്മാരെ കാണുമ്പോൾ നമ്മൾ പഠിക്കുമല്ലോ, അവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പിടിച്ചു നിന്നത്. പിന്നെ നമ്മൾ താഴോട്ടുള്ള നമ്മൾ അവരെ കണ്ടുപഠിക്കണ്ടേ. എന്നെക്കാളും മുതിർന്ന കലാകാരികളും കലാകാരന്മാരും ഒക്കെ സഫർ ചെയ്തിട്ടുള്ളത്, ഞാനൊക്കെ ഒന്നുമില്ലെങ്കിലും കുറച്ചുകൂടി ബെറ്ററായിട്ടാണ്. എനിക്ക് പരിചയമുള്ള ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട്. അതായത് നാടകത്തിൽ നിന്ന് വളരെ വലിയൊരു ആർട്ടാണ് ഈ നാടകം എന്ന് പറയുന്നത്. അങ്ങനെ ഇങ്ങനെയൊന്നും ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു ആർട്ടല്ല നാടകം. സിനിമയും സീരിയലും ഒക്കെ ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്തു പോകാം. അപ്പോൾ അത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇന്നും പിടിച്ചു നിൽക്കുന്ന ഈ ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കുന്ന എത്രയോ കലാകാരികളെയും കലാകാരന്മാരും എനിക്കറിയാം. അപ്പോൾ അവരൊക്കെ നമ്മുടെ വലിയ മോട്ടിവേഷനാണ്. പിടിച്ചു നിൽക്കണം. അത് ഞാനും തീർച്ചയായും. ഇപ്പോൾ പറഞ്ഞതുപോലെ ഞാനൊരു ഫീച്ചറിൽ വായിച്ചത് ഉമാ നായർ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നാണ്. തീർച്ചയായിട്ടും ഞാൻ ആ വിശേഷണം തന്നെ ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ തരികയാണ്. ഉമാ നായർ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ തന്നെയാണ്. അതിനോടൊപ്പം ഈ ഒരു ബോൾഡ് ലേഡി ഒരു 30 വർഷ കാലയളവിൽ ഇതിനെയൊക്കെ, പ്രത്യേകിച്ച് സിനിമ പോലൊരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ സീരിയൽ പോലൊരു ആർട്ടിസ്റ്റിക് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല മാധ്യമങ്ങൾ ഞങ്ങളടക്കം നിരവധി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നടക്കുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, ഏത് വെല്ലുവിളിയാണ് ഏറ്റവും വലുതായി ഈ 30 വർഷ കാലയളവിൽ നേരിട്ടത് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്? സ്ത്രീ എന്ന നിലയ്ക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. അതൊന്നും പറഞ്ഞു തീർക്കാനോ പറ്റത്തില്ല ഈ ചെറിയ സമയത്തിനുള്ളിൽ. ഈ സീരിയൽ സിനിമ എന്നതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീക്ക് ഈ സമൂഹത്തിൽ ഇപ്പോഴും എല്ലാവരും പറയുന്നു സ്ത്രീകൾ ഭയങ്കരമായിട്ട് ഉന്നതിയിലെത്തി, ഭയങ്കരമായിട്ട് ഇക്വാലിറ്റിയിലെത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഒരുപാട് പേര് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ലോകത്ത്. നമ്മൾ ഉൾപ്പെടുന്ന ഈ ഇപ്പം ഞാൻ ജീവിക്കുന്ന തിരുവനന്തപുരം എന്ന നഗരത്തിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ത്രീകൾ.
ഇത് ഒരു 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 കൂട്ടത്തിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ ഈ പറയുന്ന ഉന്നതിയിലേക്കോ അല്ലെങ്കിൽ ഇക്വാലിറ്റിയിലേക്കോ എത്തിയിട്ടുള്ളൂ എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പം ഈ പ്രോബ്ലംസൊക്കെ ഞാൻ ശരിക്കും ഫേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ സിനിമ സീരിയൽ മേഖലകളിൽ എങ്ങനെ ഫേസ് ചെയ്തു എന്ന് എടുത്തു ചോദിച്ചാൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ ഏത് ജോലിയിൽ ചെന്നാലും, ഏത് ടൈപ്പ് ഓഫ് ജോലിയിൽ ചെന്നാലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാത്ത സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ ആഗ്രഹമുണ്ട്, അറിയാൻ ആഗ്രഹം. ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ഫേസ് ചെയ്തിരിക്കും. പിന്നെ അതിനെ അവിടെ എങ്ങനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് ഈ പറയുന്ന ബോൾഡ്നെസ് എന്ന സാധനം ഇരിക്കുന്നത്. പ്രശ്നങ്ങളില്ലാത്ത ഏരിയ ഇല്ല. നമ്മുടെ വീടിനകത്താണെങ്കിലും നമ്മുടെ വീടിന് പുറത്താണെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും എല്ലാ സ്ഥലത്തും സ്ത്രീയാണോ? പിന്നെ മറ്റൊരു ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, കലാകാരി എന്ന നിലയിൽ കലയെന്ന് പറഞ്ഞാൽ സ്ത്രീകളോട്, പുരുഷന്മാരോട് ഭയങ്കര ബഹുമാനം കേട്ടോ ആളുകൾക്ക്. ഇപ്പം എല്ലാ നടന്മാരെയും ആളുകൾ ഇഷ്ടപ്പെടുന്നു, ഭയങ്കര രസമായിട്ടാണ് സ്നേഹത്തോടെ സംസാരിക്കുന്നത്. മറുപടി പറയുന്ന ചില ആൾക്കാർ തെറിയും പറയും. പക്ഷെ സ്ത്രീകളെ എത്ര നല്ല ക്യാരക്ടർ ഉള്ളവരാണെങ്കിലും എത്ര എന്തൊക്കെയുണ്ടെന്ന് പറയുന്നത് എല്ലാവരും ഒരു കാറ്റഗറി വെച്ചിട്ടുണ്ട്. അഭിനേത്രിയാണോ, അല്ലെങ്കിൽ ഡാൻസുകാരിയാണോ, അല്ലെങ്കിൽ അവൾ പാട്ടുകാരിയാണോ? അതായത് ഈ കലാകാരികളെന്ന് പറയുന്നതും കലാകാരന്മാരെന്ന് പറയുന്നതും ചെയ്യുന്നത് ഒരേ ജോലിയാണ്. ഇവരെന്താണ് ചെയ്യുന്നത്? സമൂഹത്തിനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക. നമ്മുടെ ഉള്ളിൽ നമ്മൾ കരഞ്ഞുകൊണ്ട് നിന്നാൽ, ഇപ്പം എൻ്റെ അമ്മ മരിച്ചു എന്നൊരു വാർത്ത കേട്ട് ഞാൻ ഒരു സീരിയലിൻ്റെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുകയാണ്. ചിലപ്പം ആ നിമിഷം എന്നെ വിളിച്ചു പറയണം, ആ ദിവസം പിറ്റേ 2 ദിവസത്തിനുള്ളിൽ പോകേണ്ട ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ ദിവസത്തെ ഷൂട്ടിങ്ങിൻ്റെ ഇമ്മീഡിയറ്റ് സീൻസ് തീർക്കാതെ അവിടെ നിന്ന് എൻ്റെ അമ്മ മരിച്ചിടത്തേക്ക് പോകാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീൻ എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു സീനായിരിക്കും ചെയ്യുന്നത്. എനിക്ക് ചിരിച്ചുകൊണ്ട് നിന്ന് അഭിനയിച്ചേ പറ്റുള്ളൂ. വി ആർ ജോക്കസ്. ഇത് കലാകാരനും കലാകാരിയും നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. പക്ഷേ കലാകാരിയെ സംബന്ധിച്ച് അവൾ സ്ത്രീയാണോ, അവൾക്കൊരു വലിയ ബ്ലാക്ക് മാർക്ക് കാലാകാലങ്ങളായിട്ട് നാടകം മുതൽ ഇങ്ങോട്ടുണ്ട്. അത് എന്താണെന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. എല്ലാ മേഖലകളിലുള്ള സ്ത്രീകളിലും നല്ല രീതിയിൽ പോകുന്നവരുമുണ്ട്, ചീത്ത രീതിയിൽ പോകുന്നവരുമുണ്ട്. അത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. ഇത് ഈ മേഖല ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പടർന്ന് പന്തലിക്കും. മറ്റുള്ള മേഖലകളിൽ ചിലപ്പോൾ ആ ചെറിയ സ്ഥലത്ത് മാത്രമേ അത് അറിയുള്ളൂ. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ എല്ലാ മേഖലകളിലും നന്നായി ജീവിക്കുന്നവരും മോശമായി ജീവിക്കുന്നവരുമുണ്ട്. അത് കോളേജുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലാണെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണെങ്കിലും ഏത് ഇതര മേഖലകളിലാണെങ്കിലും ഉണ്ട്. പക്ഷേ കലാകാരിയെ മാത്രം ആഘോഷിക്കപ്പെടും. അവൾ ഭൂമിയിലെ ഏറ്റവും വൃത്തിയായിട്ടുള്ള. ഇതിവിടെ ഏത് അഭിനേത്രിയാണ് മോശമല്ലാത്തത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ എനിക്ക് വിഷമമൊന്നും ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, വിഷമമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് വിഷമമില്ല. നമ്മളൊരു ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നതും ഫേസ്ബുക്ക് എന്ന് പറയുന്നതും ഒരു സോഷ്യൽ മീഡിയ ഒരു എല്ലാവരുടെയും, ഇപ്പം ആക്ടേഴ്സ് എന്നുള്ളതല്ല, എല്ലാവരുടെയും ഒരു പ്ലാറ്റ്ഫോമായി മാറിയിട്ടുണ്ട്. നമ്മളൊരു ഫോട്ടോ ഇട്ടാൽ അതിന് താഴെ 5 കമൻറ്റും 10 തെറിയുമാണ്. 10 തെറിയിൽ 4 എണ്ണം നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത സഭ്യമായ ഭാഷ അല്ലാത്തതായിരിക്കും. എന്നിട്ട് ഈ ഫോട്ടോസ് എടുത്ത് ഞാൻ പലപ്പോഴും എൻ്റെ മകൾ എന്നെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. അമ്മ മോശം സൈറ്റുകളിൽ എൻ്റെ മകളുടെ ഉൾപ്പെടെ ഫോട്ടോസ് ഇട്ടിട്ട് വൃത്തികെട്ട സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഒരുപാട് ഞാൻ ഉൾപ്പെടെ ഉള്ള ഒരുപാട് നടിമാരുണ്ട്. അതിൽ നമ്മുടെ കുടുംബത്തിലിരിക്കുന്ന കുട്ടികളെ പോലും ഫോട്ടോസ് ഇട്ടിട്ട് വളരെ വൃത്തികെട്ട രീതിയിലുള്ള സംഭാഷണങ്ങൾ എഴുതിയിട്ട്. അപ്പോൾ ഇതൊക്കെ കേസിന് പോകാനാണെങ്കിൽ ഡെയിലി സൈബർ സെല്ലിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം, സാർ ഇന്ന സൈറ്റിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് സാർ, ഇന്ന ഇൻസ്റ്റാഗ്രാം ഫേക്കായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സാർ, ഇന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ഫേക്കായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സാർ. നമ്മുടെ ശരീരത്തിന് വില പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ ഇടുകയും അതിന് താഴെ പല ആൾക്കാരും വന്ന് മോശം കമൻറ്റ് ചെയ്യും. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കണേ. ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നം, സീരിയലിൽ അഭിനയിക്കുമ്പോൾ ഒരുപാട് അമ്മമാർക്ക്, ഇപ്പം സീരിയൽ എന്ന് പറയുന്നത് യുവാക്കളുടേതായിട്ടല്ല, പലപ്പോഴും ഒരു ഏജ് ഗ്രൂപ്പുണ്ട്, യുവാക്കൾ കാണുന്നവരും ഉണ്ട്, എന്നാലും കാറ്റഗറി ചെയ്താൽ കുറച്ച് കുറവായിരിക്കും. പ്രായമായ ആൾക്കാരാണ് എൻ്റർടൈൻ ചെയ്യുന്നത്. അവരുടെയൊക്കെ ഒഴിവ് കാലങ്ങളിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ, ഇപ്പോൾ സീരിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തികേടാണെന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്. അതൊന്നും ഞാൻ അതിനോടൊന്നും ഉത്തരം പറയാൻ ഞാനില്ല. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ. പക്ഷെ കുറെ അമ്മമാരെയും അച്ഛന്മാരെയും കുറച്ച് ആൾക്കാരെയും കുറച്ച് സമയം സന്തോഷിപ്പിക്കാനും അവരുടെ വിഷമങ്ങളിൽ നിന്ന് മാറി നിന്ന് കണ്ടുകൊണ്ടിരിക്കാനും
എന്റർടൈൻ ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് ഞങ്ങൾ. എൻഗേജ്ഡ് ആക്കുന്ന അല്ലേ? നല്ലത് പറയണ്ടപ്പാ, ഞങ്ങൾ ഭൂമിയിൽ ഏറ്റവും വലിയ സംഭവമാണെന്ന് പറയണ്ട. ഇങ്ങനെ വേദനിപ്പിക്കാതിരിക്കാലോ. അതെങ്കിലും അതുപോലും ഇല്ലാത്ത ഈ സമൂഹത്തിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യാനാണ് പറയും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഉമാ നായർ എന്നൊരു വ്യക്തിയെയല്ല, ഒരു പ്രതീകമാണ് അല്ലെ? ഉമാ നായർ ഒരു കൂട്ടം പേരുടെ പ്രതീകമായി മാത്രം സംസാരിച്ചതാണ്. തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ അത് എൻ്റെ ഏറ്റവും അടുത്ത കൊളീഗ്സിനോട് ചിലപ്പോൾ ചോദിച്ചാൽ ചിലരെങ്കിലുമൊക്കെ സത്യസന്ധമായി സംസാരിക്കും. ഞാനിപ്പോൾ ഒരു ലൊക്കേഷനിൽ പോയാലും ഒരു സ്ഥലത്ത് പോയാലും ഞാൻ ഒരിക്കലും എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടായിരിക്കില്ല ഒരിടത്ത് തല്ലുണ്ടാക്കുന്നത്. ഒരു കൂട്ടം ആൾക്കാരുടെ പ്രശ്നങ്ങൾ. പക്ഷെ അവസാനം പലപ്പോഴും ഞാൻ ഒറ്റപ്പെടും. ഞാൻ മാത്രം കുറ്റക്കാരി ആവാറുണ്ട്, ഞാൻ മാത്രം വഴക്കാളി ആവാറുണ്ട്. പക്ഷെ എനിക്കതിനകത്ത് വിഷമമൊന്നുമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ പറയുന്നത്. അതിൽ ശരി അഭിപ്രായമുള്ളവരും ഉണ്ടാവും, തെറ്റഭിപ്രായമുള്ളവരുണ്ടാവും. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ്. പക്ഷേ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ വൃത്തികെട്ട രീതിയിൽ മലിനീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഉള്ളൊരു വിഷമം മാത്രമേ ഞാൻ പങ്കുവെച്ചുള്ളൂ. കലാകാരെന്ന് പറഞ്ഞാൽ ആർക്കും എന്തും പറയാനുള്ള ഉപകരണങ്ങളല്ല എന്ന് മാത്രമേ പറഞ്ഞോളൂ. അതായത് ഒരു പബ്ലിക് പൊതു വസ്തുവായി കലാകാരനെയും അവരുടെ കുടുംബത്തെയും കാണുന്നു എന്നതുപോലും ഇപ്പോൾ വാക്കുകളിൽ നിന്ന് പറയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെയും വിടാൻ ഭയങ്കര സങ്കടം. അത് ഒരു 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 സ്ലീവ്ലെസ് ഉള്ള ഫോട്ടോ ഇട്ടാൽ അതിൻ്റെ താഴെ വരുന്ന ഇപ്പം ഞാൻ സ്ലീവ്ലെസ് ഉള്ള ഫോട്ടോ ഇടുന്നതല്ല, ഞാൻ കാണുന്നുണ്ട്. ഇവൻ എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം, ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പോലും എൻ്റെ കുഞ്ഞുങ്ങളെ പോലും റിവീൽ ചെയ്യാത്ത ഒരാളായിരുന്നു. ഒരു 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 ചാനലിൻ്റെ ഒരു പ്രത്യേക സ്വാതന്ത്ര്യം കൊണ്ട് ആ ഇൻ്റർവ്യൂ ഞാൻ കൊടുത്തു. അപ്പോഴാണ് എൻ്റെ ഫാമിലിയെ പോലും ഞാൻ റിവീൽ ചെയ്തത്. കാരണം അവരുടെ സ്വകാര്യ സ്വാതന്ത്ര്യത്തെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇൻസ്റ്റാഗ്രാമും അതും ഇതൊക്കെ വരുമ്പോൾ കുട്ടികളല്ലേ, അവരും അക്കൗണ്ട് തുടങ്ങുന്നു, അവരിടുന്നു. അവർക്ക് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവരെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുന്നു. ഈ പറയുന്നവർക്കൊന്നും കുടുംബമില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യങ്ങളും ഒരാളിനെക്കുറിച്ചും ഒന്നും അറിയാതെ വായി തോന്നുന്ന പറഞ്ഞ് ഈ അടുത്തിടയിൽ ഒരു പെൺകുട്ടി മരിച്ചില്ലേ, അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഒരു കൂട്ടം ആൾക്കാരിങ്ങനെ എറിയ കല്ലെടുത്ത് എന്തെങ്കിലും ഒന്ന് കാണുന്നു അത് പഠിച്ച് ഇങ്ങനെ എറിയ. ഒരാൾ മരിച്ചപ്പോൾ ആ വീട്ടിലുള്ള അതിൻ്റെ അമ്മയ്ക്കും അച്ഛനെ പോയുള്ളൂ. സമൂഹത്തിന് എന്താ ഒരാഴ്ചത്തെ വാർത്ത? എന്തിനാണിത്? എന്തിനാണ് ഈ മറ്റുള്ളവരെ വേദനിപ്പിച്ച് സന്തോഷിപ്പിച്ച് എന്ത് സുഖമാണ് കിട്ടുന്നത്? എനിക്ക് മനസ്സിലായത് ഏറ്റവും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ചെയ്യുന്നതും ആളുകളെ ദ്രോഹിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അങ്ങ് പറയണം അവർക്ക്. അതാണ് നടക്കുന്നതാണ് എനിക്ക് തോന്നിയത്. അതാ ഒരു സാമൂഹ്യ മാധ്യമ കാലഘട്ടത്തിലാണ്, ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ അങ്ങയുടെ പല ഇൻ്റർവ്യൂസും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കൃത്യമായ നിലപാടുകളുണ്ട് പല കാര്യങ്ങളോടും. എല്ലാ നടിമാർക്കും അത് ഉണ്ടാകണമെന്നില്ല. കാരണം പ്രത്യേകിച്ച് സീരിയൽ നടിമാരും സിനിമാ നടിമാരൊക്കെ വളരെ കംഫർട്ട് സോണിൽ മാത്രം നിന്നുകൊണ്ട് സംസാരിക്കുന്ന നിലപാടുകളൊക്കെ ഒരു മയത്തിലൊക്കെ മാത്രം പറയുന്ന ഒരു ഭയം ഉണ്ടാവും. തീർച്ചയായും അവസരങ്ങൾ ലഭിക്കാതിരിക്കാം. എനിക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. എന്നെ ഇപ്പം ഈ ചൂസ് ചെയ്ത ഇപ്പം ഞാൻ കളിവീടെന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രൊഡ്യൂസർ സാറും അതിൻ്റെ പ്രൊജക്ട് ഡിസൈനർ സാറും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, ഉമയെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയ്യോ ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടോ, ഭയങ്കര വഴക്കായിരിക്കും അവർ എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ അവരോടൊപ്പം ഞാൻ ഇത്രയും നാൾ സഹകരിച്ചിട്ട് അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായെന്ന് അവർക്കറിയാം. എന്തെങ്കിലും ഒരു കാര്യം തുറന്ന് സംസാരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ പ്രശ്നക്കാരാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഭയം അതെല്ലാവരെയും പോലെ എനിക്കും ഉണ്ട്. പക്ഷേ എന്ന് കരുതി അത്രയും അന്യായമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു പോകും. നാളെ ചിലപ്പോൾ ഞാൻ പട്ടിണിയാവും, എൻ്റെ കുടുംബവും പട്ടിണിയാവും. ഈശ്വരനെ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു അമ്മ എന്നുള്ള വികാരം അതിലുണ്ട്, ഒരു അഭിനേത്രി, ഒരു കലാകാരി എന്നുള്ള വികാരമുണ്ട്, ഒരു സാമൂഹ്യ ജീവി എന്നുള്ളൊരു വികാരമുണ്ട്. ഇത് മൂന്നുമാണ് എനിക്ക് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് അതിന് തീർച്ചയായും അത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു പ്രതികരണം മാത്രമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ അതോടൊപ്പം തന്നെ ചോദിക്കുകയാണ്, ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലഘട്ടമാണല്ലോ, 2 മക്കളുടെ അമ്മയാണ്, പ്രായപൂർത്തിയായവരാണ് 2 മക്കളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ആൾക്കായില്ല എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ അടുത്ത കാലത്തെ സാമൂഹ്യ അന്തരീക്ഷം വളരാതെ ദുഃഖിപ്പിക്കുന്നുണ്ടോ, ഭയപ്പെടുത്തുന്നുണ്ടോ? ദുഃഖമുണ്ട്. ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ഇൻസിഡൻസ് ഒക്കെ എനിക്ക് പേടിയാവുന്നു. അതായത് ഇപ്പോൾ എൻ്റെ ജനറേഷൻ വരെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളത് ഇതേപോലുള്ള പ്രശ്നങ്ങൾ വേറെ തലങ്ങളിലൊക്കെ ഒരുപാട് നമ്മളൊക്കെ ഫേസ് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്കൊക്കെ കുറച്ചുകൂടി ചെറുത്ത് നിൽക്കാൻ, പിടിച്ചു നിൽക്കാൻ കുറച്ചുകൂടി ഒരു പ്രാപ്തിയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർക്ക് ഫേസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ആരോടും ഇപ്പം എൻ്റെ മക്കളെന്നല്ല ഞാൻ പറയുന്നത്, ഈ ജനറേഷനിലെ കുഞ്ഞുങ്ങളിൽ ഓൾമോസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഒരു സുഹൃത്തിനോട് പോയി പറഞ്ഞാൽ ചിലപ്പം എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്. എൻ്റെ സൗഹൃദ വലയത്തിൽ എനിക്ക് എന്തു പ്രശ്നം വന്നാലും എടാ
ഇങ്ങനൊരു പ്രശ്നം എനിക്കുണ്ട്, എന്താ ചെയ്യുക? എനിക്ക് അഡ്വൈസ് ചെയ്യാൻ, എൻ്റെ കൂടെ നിൽക്കാൻ, എനിക്ക് ഏത് വിഷയം വന്നാലും എൻ്റെ കൂടെ എന്നെ തള്ളിപ്പറയാൻ നിൽക്കാൻ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഞാനത് അവരോട് പറയും, അല്ലെങ്കിൽ ഞാൻ അവരോട് ഷെയർ ചെയ്യും. മനസ്സിലായില്ലേ? എൻ്റെ അച്ഛനമ്മമാരോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് എൻ്റെ അച്ഛനമ്മമാർ കുറച്ചുകൂടി പഴയ ജനറേഷനാണ്. എൻ്റെ ജനറേഷനിലുള്ള ഞാൻ എന്ന അമ്മ എൻ്റെ മകൾക്ക് ഞാനൊരു കൂട്ടുകാരിയാണ്, അവളെല്ലാം എന്നോട് പറയും. അതിനുള്ളൊരു സ്പേസ് ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മകൻ അത്ര ഓപ്പൺ അപ്പ് അല്ല, എന്നാലും അവൻ്റെ സഹോദരിയോട് പറയും, അതുവഴി ഞാനറിയാം. അങ്ങനെയൊക്കെയാണ്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ്. ഒരു കുഞ്ഞിനൊരു ചെറിയ ടെൻഷൻ വന്നാൽ അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി നമ്മൾ ചോദിക്കുമ്പോൾ ആ കുഞ്ഞ് പറയണമെന്നില്ല, അത് പറയാനുള്ളൊരു ഒരു സ്പേസ് ഉണ്ടാവണം. ആ സ്പേസ് ഇപ്പോൾ ഒരു കുഞ്ഞുങ്ങളും ഒരിടത്തും അവർക്ക് വിശ്വാസമില്ലായിരിക്കും കേട്ടോ. മാതാപിതാക്കളോടോ സുഹൃത്തുക്കളോടൊക്കെ പേടിയും വിശ്വാസമില്ലായ്മ, അവരെന്നെ ചതിക്കുമോ, ഇവരെന്നെ ചതിക്കുമോ, ഇനി അറിഞ്ഞാൽ എന്നെ എല്ലാവരും കൂടി എന്നെ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയം, എന്താ പറയുക, ഒരു ധൈര്യമില്ലായ്മ, അത് ഇപ്പോഴത്തെ ജനറേഷനുണ്ട്. അത് മാറണം. അത് മാറാൻ ആത്മഹത്യകൾ ഈ ചെറിയ എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ഒരു നിമിഷം ഒരാളിൻ്റെ അടുത്തെങ്കിലും തുറന്ന് സംസാരിച്ചാൽ അവർ നമ്മുടെ കൂടെ നിൽക്കും എന്ന് തോന്നുന്ന ഒരാളെ കണ്ടെത്താത്തതായിരിക്കാം, അല്ലേ? ഇപ്പം നമ്മൾ തമ്മിൽ നല്ല സൗഹൃദമാണെങ്കിൽ, മക്കളെ എനിക്കിങ്ങനൊരു പ്രശ്നം പറ്റിയടാ, നീ ഒന്ന് വരുമോ? അപ്പം വിളിച്ചാൽ മോൾ ഓടി വരുമെന്ന് എനിക്ക് ഉറപ്പും കൂടെ വേണം. തീർച്ചയായും. അല്ലെങ്കിൽ ഞാൻ ബിസിയാണേ എന്ന് പറയുന്നതാണെങ്കിൽ പ്രശ്നം കഴിഞ്ഞു അവിടെ തീർന്നു. ആ സെക്കൻഡായിരിക്കും ചിലപ്പോൾ ഞാൻ തീർന്നു പോകുന്നത്. അങ്ങനെയുള്ള സൗഹൃദങ്ങളെ കണ്ടെത്തുന്നതും വലിയൊരു കാര്യമാണ്. വീട്ടിൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കുന്നതും എന്തുമായിക്കൊള്ളട്ടെ, ഈ ഭൂമിയിൽ സംഭവിക്കാൻ പറ്റുന്ന ഏതറ്റം വരെയുള്ള കാര്യമാണെങ്കിലും അത് പറയാനും പറഞ്ഞാൽ കൈവിടില്ല എന്ന് ഉറപ്പുള്ളതുമായ കുറച്ച് ബന്ധങ്ങൾ വീടിനകത്തും വീടിന് പുറത്തും ഉണ്ടാക്കിയെടുക്കൽ ഒരു വലിയ ആവശ്യമാണ്. ഒരു നടി, ഒരു കുടുംബിനി എന്നതിനപ്പുറം ഒരു സംരംഭക കൂടിയാണ്. അതിൽ ഒരാളെ ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഒരു റോൾ മോഡലിനെ പറഞ്ഞത് രാധിക ശരത് കുമാർ. എല്ലാവർക്കും അറിയാവുന്ന വലിയ മികച്ച ഒരു നടിയാണ്, അതോടൊപ്പം തന്നെ ഒരു സംരംഭക കൂടിയാണ്. എന്താണ് ആ ഒരു ഇതിനോടുള്ള ഒരു പ്രതികരണം? സംരംഭക എന്ന് പറയുന്നതിനകത്ത് അത് ഇഷ്ടപ്പെടാനും അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കാനും തുടങ്ങുന്നത് നമ്മുടെ സാഹചര്യങ്ങളാണ്. ഞാൻ ചോദിക്കാവുന്നൊരു ചോദ്യമായിരുന്നു. അതായത് ഈ 30 വർഷക്കാലം ഇതിൽ നിന്നിട്ടും നേരിടേണ്ടി വരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഞാൻ പറയാം, ഇപ്പം എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹം ഒരു റൈറ്റർ ആയിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു. പക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് അതിന് മുൻപൊക്കെ ഞാൻ ഇതേ ഇൻഡസ്ട്രിയിലുണ്ട്. ഈ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കളർഫുൾ ആയിരിക്കത്തില്ല ബാക്ക് എൻഡിൽ അപ്പം പലരുടെ പോസ്റ്റിനും താഴെ വന്ന് പറയുന്നുണ്ട്, നിനക്കൊക്കെ കാർ ഉപയോഗിക്കണമെന്ന് എന്താ നിർബന്ധം, നീയൊക്കെ ബസ്സിൽ പോയാൽ പോരെയെന്ന്. കാർ ഉപയോഗിച്ചിട്ട് പറയുന്നത് വേറെയാണ്. ബസ്സിൽ കയറിപ്പോയിട്ട് അവനും ഇവനും എല്ലാം തോണ്ടിയിട്ട് അവിടെ കിടന്ന് അടിയുണ്ടാക്കി കേസുണ്ടാക്കി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്നിട്ടൊരു വലിയ പ്രശ്നം ഉണ്ടാക്കി എത്ര ദിവസം ജീവിക്കും പറ? ഇതൊരു നമ്മുടെ ആഡംബരമല്ല, നമ്മുടെ സാഹചര്യത്തിൻ്റെ ഒരു സേഫ്റ്റി സൈഡും ആവശ്യകതയും കൂടെയാണ്. കാറ് വേണം നമുക്ക്. ഞാൻ ചോദിച്ചോട്ടെ, ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നത് ഒരു അത്യാവശ്യം മുഷിഞ്ഞൊരു വസ്ത്രമാണ്. ഈ മോൾ എന്നെ ആദ്യമായിട്ട് കാണുക, ആദ്യം നോക്കുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാം. കാരണം എൻ്റെ വസ്ത്രധാരണവും എൻ്റെ രൂപവും ഒന്നും എന്നെ അറിയില്ലല്ലോ. അല്ല, നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ച് സ്റ്റാറ്റസിനനുസരിച്ചൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് മീഡിയം ലെവലിൽ മാന്യമായ രീതിയിലെങ്കിലും നമുക്ക് ജീവിച്ചേ പറ്റൂ. ചില സാഹചര്യങ്ങൾ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് ഇടുന്ന ഷർട്ട് എനിക്ക് നാളെ ഇട്ടാൽ അപ്പം ചോദിക്കും, ചേച്ചി ഡ്രസ്സേ ഉള്ളോ? ഒരു ഷർട്ടിന് 150 രൂപയുടെ ഷർട്ട് മേടിച്ചാലും 2000 രൂപയുടെ ഷർട്ട് മേടിച്ചാലും അല്ലെങ്കിൽ 100 രൂപയുടെ സാരി മേടിച്ചാലും നാളെ അത് ഉടുക്കുമ്പോൾ പ്രശ്നമാണ്. എന്താണ്? സോഷ്യൽ മീഡിയ, ഫോട്ടോസ്, ഉദ്ഘാടനങ്ങൾ, പ്രോഗ്രാമുകൾ, ഇത് ഡെയിലി നമ്മളിങ്ങനെ വസ്ത്രവും അതും ഇതുമൊക്കെ, ഇതൊന്നും പൈസയല്ലേ, പുളുങ്കുരുവല്ലല്ലോ എണ്ണി കൊടുക്കണം, പൈസ എണ്ണി കൊടുക്കണം. ഇത് അധ്വാനിച്ച് കിട്ടുന്ന പൈസയിൽ നിന്ന് ഈ വക കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നോക്കണം, വീട്ടു ചെലവ് നോക്കണം, മറ്റുത്തരവാദിത്തങ്ങളെല്ലാം നോക്കണം. ഈ പറയുന്ന ലോണിൻ്റെ പട്ടികകളിലുള്ള ലോണുകൾ മൊത്തം അടയ്ക്കണം. ഇതെല്ലാം അപ്പം ചോദിക്കും, അപ്പോൾ ഇതിനടിയിലും വന്ന് ഓരോരുത്തർ ചോദിക്കും, നീയൊക്കെ ലോൺ എടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞോ? അത് അവരുടെ ഭാഷ. ഉള്ളവനാണെങ്കിൽ ഭയങ്കര കോടീശ്വര പുത്രിയായി ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എൻ്റെ അനിയത്തി. എനിക്ക് വീട്ടിലിരുന്ന് ചുമ്മാ കഴിച്ചുകൊണ്ടിരുന്നാൽ പോരെ, അല്ലേ? അപ്പം നമുക്ക് ഇതിനൊക്കെ കാശ് വേണം. അപ്പോൾ പലപ്പോഴും ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഭയങ്കര ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് എന്ന് പറയുന്നത്, സിനിമയിൽ നമ്മൾ എത്തിപ്പെട്ട് അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് റീച്ചായി നമുക്ക് തുടരെ വലിയ വലിയ സിനിമകൾ കിട്ടി, നമ്മളൊരു ഗംഭീര റെമ്യൂണറേഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഫിനാൻഷ്യൽ ബാക്കപ്പായി സെറ്റായി.
അതുവരെയുള്ള അതിനിടയിലുള്ള എല്ലാ കലാകാരന്മാരും കലാകാരികളും സാമ്പത്തിക പ്രതിസന്ധി ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചാഞ്ഞിരിക്കാൻ തോളില്ലാത്തിടത്തോളം കാലം എനിക്ക് ജോലി ചെയ്ത് ജീവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സംരംഭകയായി പല സ്ഥലത്തും മാറേണ്ടി വരുന്നു. മറ്റൊരു സ്ഥലത്ത് വേറെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. വേറെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. ആ അനുഭവങ്ങളും എനിക്ക് പങ്കുവയ്ക്കാൻ മടിയൊന്നുമില്ല. ഇതൊന്നും അത്ര ഈസി അല്ല. അപ്പം വേറൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല. അത് അവർ സഹകരിച്ചിട്ടുണ്ട് എന്നോട്, പക്ഷെ ഒരു പരിധി കൂടുതൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ നിർബന്ധിതമായിട്ട് പറഞ്ഞു ഉമേ റിസൈൻ ചെയ്യണം, ലീവ് എടുക്കേണ്ടി വരും. പലപ്പോഴും നമ്മുടെ ഈ വർക്കും ജോലി മറ്റൊരു സ്ഥാപനത്തിൽ അപ്പോൾ പിന്നെ എനിക്ക് എന്താ ഓപ്ഷൻ? സംരംഭകയാവുക, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തതായ സംരംഭകയാവുക. അങ്ങനെയാണ് ഞാൻ ബിസിനസ്സിലേക്ക് ചെറുതായി കാല് വെച്ച് തുടങ്ങുന്നത്. ബിസിനസ് സംരംഭകരായ അഭിനേത്രികളെക്കുറിച്ച് ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷനായിട്ട് തോന്നിയ ഒരാളാണ് രാധിക ശരത്കുമാർ. അവരെക്കുറിച്ച് ഒരുപാട് നല്ലത്, ഒരുപാട് മോശം, പക്ഷെ അവരിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഭയങ്കര കൂൾ മൂഡിലാണ് പോയിക്കൊണ്ടേ. അതൊരു ഭയങ്കര മോട്ടിവേഷനാണ്. ഞാൻ മാമിനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. എപ്പോഴെങ്കിലും ഞാനത് കാണും. അതിനുവേണ്ടി ഭയങ്കരമായിട്ട് ശ്രമിക്കാത്തതുകൊണ്ടായിരിക്കും. ഒരാൾ ശ്രമിച്ചാൽ നടക്കും. എപ്പോഴെങ്കിലും വിധി എന്നെ അവിടെ എത്തിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അതൊരു മോട്ടിവേഷനാണ്. നമുക്ക് ജീവിക്കാൻ മോട്ടിവേഷൻ വേണ്ടേ? തീർച്ചയായും. അപ്പോൾ അതിലൊരു സാധനമാണ് അത്. അപ്പം ഞാൻ അങ്ങനെ സംരംഭകയായതാണ്. ഒരുപാട് ബിസിനസ്സുകൾ 10 ബിസിനസ് ചെയ്താൽ 9 പൊട്ടും, 1 ജയിക്കും. നിലവിൽ അത് ഒരു ഇവന്റ് മാനേജ്മെന്റ് ആണ് അല്ലേ? ഒരു ഇവന്റ് മാനേജ്മെന്റ് ഓൾറെഡി നന്നായി റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കോവിഡ് വന്നു, ഭയങ്കര പ്രതിസന്ധിയിലായി, ഭയങ്കര ബാധ്യതയിലായി. അപ്പോൾ അതെല്ലാം ഇങ്ങനെ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അത് ഓൾറെഡി ഉണ്ട്. പക്ഷെ അത് കൂടാണ്ട് ഇപ്പം ഞങ്ങൾ വേദിക് ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുള്ള ഇവന്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് അത്. അപ്പം അത് നന്നായി ഇങ്ങനെ എടുത്തെടുത്ത് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉമാ നായർ എന്നൊരു വ്യക്തിയല്ല. ഉമാ നായർ പലരുടെയും ഒരു പ്രതീകം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു അങ്ങനെ കാണുന്നതിൽ ഒരുപാട് സന്തോഷം. കാരണം പല കാര്യങ്ങളും പറയുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ചിന്ത നമുക്ക് വരിക. അവരുടെ പേഴ്സണൽ ഒരു സ്പേസിൽ ഒതുങ്ങി നിൽക്കാതെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്, കലാകാര്യമായി ഇപ്പോൾ പറഞ്ഞ പല പ്രതിസന്ധികളും മാത്രമായിരിക്കില്ല, ഉമാ നായർ മാത്രമായിരിക്കില്ല, പലരും ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കാം. അതോടൊപ്പം ഒരു ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി, സീരിയൽ ഇൻഡസ്ട്രി രണ്ടും എടുത്താൽ സ്ത്രീകൾക്ക് പരിഗണന കൂടുതൽ കിട്ടുന്നത് എന്നുള്ള ഒരു ഇൻഡസ്ട്രി എന്ന് ഏതെന്ന് പറയാൻ കഴിയുമോ? സീരിയൽ തന്നെയാണ് സ്ത്രീകൾക്ക് പരിഗണന കൂടുതൽ കിട്ടുന്നത്. പരിഗണന എന്ന് വെച്ചാൽ അതായത് ഇപ്പം അവതരണത്തിൻ്റെ ശൈലിയുടെ പ്രശ്നമുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കഥകളാണ് സീരിയലിൽ പറയുക. സിനിമ എന്ന് പറയുമ്പോൾ ഒരു രണ്ടും മിക്സ്ഡ് ആയിരിക്കും. ചിലപ്പം മെജോറിറ്റി പുരുഷന് മേധാവിത്വമുള്ളതായിരിക്കാം. ഇപ്പോൾ സ്ത്രീ പ്രാധാന്യമുള്ള ഒരുപാട് സിനിമകളും പുരുഷ പ്രാധാന്യമുള്ള സിനിമകളും വരുന്നുണ്ട്. ഇപ്പം സിനിമയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ എത്രയോ സിനിമകൾ നായികമാരില്ലാത്ത വമ്പൻ ഹിറ്റ് അടിച്ചു ഇല്ലേ? അതേപോലെ ഉള്ളൊഴുക്ക് പോലുള്ള നല്ല സിനിമകളും സ്ത്രീ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ഉള്ള സിനിമകളും വരുന്നത്. അപ്പം സിനിമ പോലും മാറി. അന്ന് വലിയ സന്തോഷത്തോടെയാണ് എന്നെപ്പോലൊക്കെ ഉള്ള കലാകാരൻ ഇതിനെയൊക്കെ ഭയങ്കര സന്തോഷത്തോടെ കാണും. ഇതൊക്കെയാണ് ആഗ്രഹിച്ചത്, സ്വപ്നം കണ്ട്. മരിക്കുന്നതിന് മുമ്പ് അതൊക്കെ കാണാൻ പറ്റിയില്ലേ, അത് വലിയ ഭാഗ്യം. സീരിയലിൽ ഈ പറഞ്ഞ പോലെ മെജോറിറ്റി സീരിയൽസ്, ഇപ്പോൾ ഒരു 20 സീരിയൽ പോകുന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 15 സീരിയലും സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള കഥകളായിരിക്കും സംസാരിക്കുക. സോ അപ്പം നമുക്ക് സ്വാഭാവികമായ ഒരു പരിഗണന അവിടെ കിട്ടും. ഒരു ഷൂട്ടിംഗ് സെറ്റിൽ ഇതുപോലെയുള്ള വേർതിരിവുകൾ ഉണ്ടാകുന്നത് കൂടുതൽ അങ്ങനെയുണ്ടോ? സീരിയലിലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുടുംബമാണ്, ഞങ്ങളെല്ലാവരും ലോങ് ടേം റണ്ണിങ് അല്ലേ. അപ്പം നമ്മൾ ഫാമിലി പോലെ കുട്ടി വഴക്കുണ്ടാവും, പണക്കം ഉണ്ടാവും, അതപ്പം തീരും, പിന്നെ ചേർന്ന് നിൽക്കും. അത് സീരിയൽ മേഖലയെ ഒരു കുടുംബം പോലെയാണ്. സിനിമയിൽ അങ്ങനെ അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. സിനിമയിൽ അങ്ങനെ ഒരു വേറെ കൃത്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. സിനിമ സീരിയൽ പോലെ അത്രങ്ങോട്ട് പെട്ടെന്നങ്ങ് കുറച്ച് പീരീഡ് ഓഫ് ടൈം, കുഞ്ഞി സമയമാണല്ലോ പരസ്പരം കാണുന്നത്. അത് കഴിഞ്ഞ് അവരത് വിട്ടു, അടുത്ത ജേണിയാണ്. സീരിയൽ എന്ന് പറയുമ്പോൾ ഒരു ബന്ധം കൂടെ സ്ഥാപിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ബന്ധം സ്ഥാപിക്കലിന്റെ ആവശ്യകതയും ആ ലോങ് ടേം റണ്ണിൽ നമ്മളെങ്ങനെ ഫാമിലി പോലെ ആകും. അങ്ങനെയല്ല, ഒരു 2 months അല്ലെങ്കിൽ 2.5 months അല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആ സമയത്ത് ഭയങ്കര ബോണ്ടിങ് ആയിട്ട് ചിലപ്പോൾ നോക്കും, അല്ലെങ്കിൽ കാണും, നമുക്ക് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് വളരെ ചുരുക്കം പേര് മാത്രമേ നമ്മളോട് കണക്റ്റായി നിൽക്കത്തുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് പേരും നമ്മൾ ഹായ് ബൈ പറഞ്ഞു, പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴേക്കും ഒരു ഹായ് പറഞ്ഞു ഭയങ്കര ദാറ്റ്സ് എ സിനിമ. ഓക്കെ, എന്തായാലും ഒരു നടിയെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, സിനിമ ലൊക്കേഷനിൽ പലപ്പോഴും ഫുഡ് കഴിക്കുന്ന സമയം പോലും, അതിന് ക്യൂ നിൽക്കുന്ന സമയത്ത് പോലും ഒരു സ്ത്രീ പുരുഷ വ്യത്യാസം അത് അവിടെ എപ്പോഴും പ്രതിഫലിച്ച് കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. ഞാൻ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ
മറ്റൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സീരിയൽ ചെയ്തിട്ട് ചെല്ലുന്ന നടിയാണ്, രണ്ടും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഭക്ഷണം ഞാൻ കഴിഞ്ഞ കുറച്ച് കാലയളവിനുള്ളിൽ കണ്ട ഒരു ഭക്ഷണം വിളമ്പുന്നൊരു പയ്യനാണേ. അപ്പം അവിടെ കുറച്ച് ഭയങ്കര സീനിയർ സിനിമയിൽ വളരെ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ ചെയ്യുന്ന ഭയങ്കര അപ്പം അവരുമുണ്ട്. അപ്പം ഈ പയ്യന് അത്ര പരിചയം എന്നെ ഇല്ല. ഓക്കെ, ഈ ഭക്ഷണം വിളമ്പാൻ വരുന്ന കുട്ടിക്ക് അത്ര പരിചയം എന്നെ ഇല്ല. അപ്പം ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. സിനിമയൊന്നും ഏതാണെന്ന് ഞാൻ പറയില്ല, അങ്ങനെ ആരെയും വ്യക്തിപരമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഉണ്ടായത് അവിടെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ അല്ലെങ്കിൽ വേറെ ആരും അല്ല അവിടെ അത് നമ്മളെ വിഷമിപ്പിച്ചത്. അപ്പോൾ ഭക്ഷണം വിളമ്പുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവൻ നമ്മളെ കാണുമ്പോൾ ഇവരെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്, ഇവരെന്തിനാ ഇവിടെ, നമ്മളൊരു സാധനം പറഞ്ഞാൽ അവനത് തരത്തില്ല, അവനൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവൻ്റെ 2 ദിവസത്തെ ബിഹേവിങ് കണ്ടിട്ട് എനിക്കങ്ങ് സഹിക്കാൻ പറ്റാതെ ഞാൻ സംവിധായകൻ സാറിനോട് പറഞ്ഞു, സാർ ഇങ്ങനൊരു വിഷമമുള്ളൊരു കാര്യം. സാറിന് അയ്യോ അങ്ങനെ ചെയ്തോ, അതെന്താ അവനങ്ങനെ ചെയ്താൽ, അതിപ്പോൾ എക്സ് ഓർ വൈ ആരുമായിക്കോട്ടെ, അങ്ങനെ അവൻ ചെയ്യാൻ പാടില്ലല്ലോ. അവനെ വിളിച്ച് സാറ് വാൺ ചെയ്തു. പക്ഷേ അത് ഞാൻ പറയാൻ കാരണം മറ്റൊരാളിനോട് അവനത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. തീർച്ചയായും എന്നോട് ചെയ്തതിനകത്ത് എനിക്ക് വിഷമമുണ്ടായി, ഞാനതങ്ങ് കളഞ്ഞേക്കാമായിരുന്നു. ചിലപ്പോൾ ഞാൻ അവൻ്റെ പേരൊക്കെ എവിടെയെങ്കിലും എടുത്ത് പറഞ്ഞ് എനിക്ക് അതിലൊന്നും അല്ല ഞാൻ ആഗ്രഹിച്ചത്. അപ്പം സാർ അത് പറഞ്ഞപ്പോൾ അവനത് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ പിന്നീട് എന്നോടത് അങ്ങനെ അത് പറഞ്ഞതായിട്ടോ ചെയ്തതായിട്ടോ കാണിച്ചില്ല, വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്തു. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് ഇന്ന് രാവിലെ അഭിനയിക്കാൻ വന്ന ഒരാളാണെങ്കിലും മനുഷ്യനാണല്ലോ, മനുഷ്യൻ. നാളെ എന്തൊക്കെയാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സിനിമ എന്ന് പറയുന്നത് വേറൊരു അത്ഭുത ലോകമാണ്. ഇന്ന് കാണുന്നവൻ നാളെ കാണണമെന്നില്ല, ഇന്ന് നമ്മൾ ചെറുതായി കാണുന്നവൻ നാളെ വലിയൊരു സംഭവമായി മാറിയേക്കാം. ഒരു ഡയലോഗ് മതി നമ്മളെ വേറെ ലെവലിലെത്തി. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. നമ്മൾ ആരെയും കുറച്ച് കാണരുത്. ആരും വലുതുമല്ല, ആരും ചെറുതല്ല. അതിന് ആ സിനിമയിൽ പ്രവർത്തിക്കുന്ന ചില പേർ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. പക്ഷേ എന്ന് കാര്യം നമുക്ക് എല്ലാവരെയും കുറ്റം പറയാൻ പറ്റില്ല. തീർച്ചയായും ഒരു സംവിധായകൻ ഒരിക്കൽ പറഞ്ഞത്, അത് നേരത്തെ എന്നോട് സൂചിപ്പിച്ചിരുന്നു, ചില സിനിമകളിൽ സ്ത്രീ കഥാപാത്രം പോലും ഇല്ല, അത് ഗംഭീര ഹിറ്റായില്ലേ എന്ന് ചോദിച്ചു. ഇത്തരത്തിലുള്ള സിനിമകൾ വരുമ്പോൾ, അതായത് സ്ത്രീ കഥാപാത്രത്തിനൊരു സ്പേസ് ഇല്ലാതെ വരുമ്പോൾ, ആ സംവിധായകൻ പറഞ്ഞത് അവിടെ അതിൻ്റെ ആവശ്യമില്ല, കുത്തിക്കയറ്റാൻ എനിക്ക് വയ്യ എന്നാണ് പറഞ്ഞത്. അത്തരത്തിലുള്ളത് ചിലർക്കെങ്കിലും, ഇപ്പോൾ പറഞ്ഞതുപോലെ നിരവധി സ്ത്രീ കലാകാരികൾ ഒരു സിനിമ അവസരം കാത്തു നിൽക്കുന്നവരും നിങ്ങളെപ്പോലെ വർഷങ്ങളായി ഏറ്റവും നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ കൊതിച്ച് നിൽക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവരോട് ചെയ്യുന്നൊരു വഞ്ചന കൂടിയാണോ ഈ ഉൾപ്പെടുത്താത്തത്? നെവർ. ഒരു സിനിമയെ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആവശ്യമുള്ളത് എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതിപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായാലേ സിനിമ ഉണ്ടാകാവൂ എന്ന് പറയുന്നത്. സിനിമയ്ക്ക് എന്ത് വേണം അത് മതി. സിനിമ എന്താവശ്യപ്പെടുന്നു, ആ സിനിമയെ എന്താവശ്യപ്പെടുന്നു അത് മാത്രമേ അവിടെ കൊടുക്കാവൂ. അത് സ്ത്രീ ഉണ്ടായാലും ഇപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാമുഖ്യമുള്ള സിനിമകളിൽ പുരുഷൻ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളിത് പറയുമോ? ഒരിക്കലും ഇല്ല. അത് സ്ത്രീകൾ ചെയ്യേണ്ട കഥാപാത്രമായിരിക്കും. സമൂഹത്തിന് എന്താണ് വേണ്ടത്? ഒരു ദിവസം അവിയലാണെങ്കിൽ ഒരു ദിവസം തോരൻ, ഒരു ദിവസം പച്ചടി, ഒരു ദിവസം ചിക്കൻ, ഒരു ദിവസം ബീഫ്. ഇതൊക്കെ ഉണ്ടല്ലേ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് അവിയൽ തന്നാൽ നിങ്ങൾ കഴിക്കുമോ? ഇല്ലല്ലോ. സിനിമ എന്താവശ്യപ്പെടുന്നോ അത് കൊടുക്കുക, അതാണ് എൻ്റെ പക്ഷം. തീർച്ചയായും. എന്തായാലും സമയം ഒരുപാട് എടുത്തു എന്ന് തോന്നുന്നു. വളരെ ഗംഭീരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം വളരെ ഗംഭീരമായി വ്യക്തമായൊരു ഉത്തരം. അത് ചെറിയൊരു കാര്യമല്ല. ഒരു നടിയുടെ ഭാഗത്ത് നിന്ന് നിരവധി എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് ഒരുപാട് ചോദിക്കണമെന്നുണ്ട്. ഞങ്ങളുടെ ക്യാമറാമാൻ പറയുന്നു സമയം ലൈറ്റ് പോകുന്നു എന്ന്. എന്തായാലും ഉമ നായർ എന്നൊരു വ്യക്തിത്വത്തെ പരിചയപ്പെടാൻ സാധിച്ചത് തന്നെ വളരെ, എന്തുകൊണ്ട് ഇങ്ങനെയൊരു വ്യക്തിക്ക് ശക്തമായ കഥാപാത്രങ്ങൾ, ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ പല സിനിമകൾ എൻ്റെ മനസ്സിൽ വന്നുപോയി. ചില ക്യാരക്ടേഴ്സ് ചെയ്യാൻ നല്ലൊരു വ്യക്തിയായിരുന്നല്ലോ എന്നുള്ളത്. പറയുന്നത് പോലെ ഒരുപക്ഷെ ചില പ്രതികരണങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതായിരിക്കാം. എന്തു തന്നെ ആയിരുന്നാലും ഏറ്റവും നല്ല ക്യാരക്ടേഴ്സ് ഇനി ലഭിക്കും എന്ന് മനസ്സിൽ ഉറപ്പുണ്ട്. ഇതുപോലെയുള്ള ബോൾഡായ സുന്ദരിയായ ഒരു കലാകാരിയെ, പ്രത്യേകിച്ച് അവരുടെ നിലപാടുകൾ വളരെ വ്യക്തമായി അവതരിപ്പിച്ചതിന് എല്ലാത്തിനും നന്ദി. ഒരു സംരംഭക എന്ന രീതിയിൽ കൂടെ വളരട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്.